ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. സന്നിധാനത്ത് സ്വർണ്ണപ്പാളി പരിശോധന തുടരുന്നു. സാമ്പിളുകൾ ശേഖരിച്ച് SIT. സന്നിധാനത്തെ നടപടി 3 ദിവസം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ചെലവ് കണക്ക് തള്ളി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം കമ്മീഷണർ സമർപ്പിച്ച കണക്ക് തെറ്റ്. സ്പോൺസർഷിപ്പ് തുക 4 കോടി, ചെലവ് 3 കോടി മാത്രം. ക്രമക്കേടിൽ ഹൈക്കോടതി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ്. കണക്കുകൾ ശരിയാവാത്തതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. PT കുഞ്ഞുമുഹമ്മദിനെതിരെ തുറന്നു പറച്ചിലുമായി പരാതിക്കാരി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി വൈകിയെന്ന് ഡോക്ടർ ആശ ആച്ചി ജോസഫ്. സഹതാപമല്ല, സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടത്. കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ്. പോക്സോ കേസിൽ മോട്ടിവേഷൻ സ്പീക്കർ പിടിയിലായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാട്. അറസ്റ്റ് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉടൻ കേരളത്തിലെത്തും. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരം. വീണ്ടും ജോസ് കെ മാണിയെ തിരുത്തി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. കേരള കോൺഗ്രസ് നാഥനില്ലാത്ത പാർട്ടി അല്ലെന്ന് പ്രതികരണം. സിറ്റിംഗ് MLA-മാർ പോലും മത്സരിക്കുന്നതിന് തീരുമാനമായിട്ടില്ലെന്ന് ജോസ് കെ മാണിയുടെ തിരുത്ത്. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വത്തിന് വീഴ്ച പറ്റി, ഉദ്യോഗസ്ഥ ഗൂഢാലോചനയില്ല. ADGP അജിത് കുമാറിനെതിരെ പരാമർശമില്ലെന്ന് സൂചന. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ADGPക്ക് നൽകി. നേരത്തെ പാഠപുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിച്ച രമേശ് ചെന്നിത്തല വെട്ടിലായി. റിസൾട്ട് വരുന്നതിന് മുൻപോ പുസ്തകം വിതരണമെന്ന് ചെന്നിത്തലയുടെ പരിഹാസം. നേരത്തെ പാഠപുസ്തകം നൽകുന്നത് കുറ്റമാണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി. പാഠപുസ്തകം കിട്ടാത്ത കാലമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി.